ഹലോ, എല്ലാവരും ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക് ഒരു വീഡിയോസ് ആണ്. ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണുന്നുണ്ട് പ്രവീൺ പ്രണവ്, അതായത് അല്ലെങ്കിൽ കൊച്ചു, മൃദുല, അവരുടെ ഒരു ഫാമിലി ഇഷ്യൂ. സോ ഈവൻ ആസ് എ സബ്സ്ക്രൈബർ നമ്മളും അവരുടെ എല്ലാം ഫോളോ ചെയ്യാറുണ്ട്. കാണുമ്പോൾ തന്നെ ഒരുപാട് ഇൻസ്പയർ ആയ ഒരു ഫാമിലിയാണ് പ്രവീൺ പ്രണവിൻ്റെ ഫാമിലി. ബിക്കോസ് രണ്ടുപേരും ഒരു ചേട്ടനും അനിയനും ഉണ്ടെങ്കിൽ അവരുടെ ഒരു കോർഡിനേഷൻ, അവർ ബിഫോർ മാരേജ് ഓൾസോ എന്താ അവർ ഒരു ഡാൻസ് കളിക്കുന്നതായിക്കോട്ടെ, അതൊക്കെ കണ്ട് കുറേ ഇൻസ്പയർ ആയ ആളാണ്. ഒരു ചാനൽ നടത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു റീൽസ് ചെയ്യുന്ന സമയത്ത് കുറേ റെഫറൻസ് അവരുടെയും എടുക്കാറുണ്ടായിരുന്നു. ഒരു ഫാമിലി കണ്ടന്റ് ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ അവരുടെ ഒരു റെഫറൻസ് ഒക്കെ നമ്മൾ കുഞ്ഞതായിട്ടൊക്കെ നോക്കും. ഒരു ഫാമിലിയിൽ എല്ലാവരും ചേർന്ന് ചെയ്യുമ്പോഴേ അതിലൊരു ഇമ്പ്രൂവ്മെൻറ്റും ഒരു ഗ്രോത്തും ഉണ്ടാവുള്ളൂ എന്നുള്ളതൊക്കെ അവരെ കണ്ടിട്ട് നമ്മൾ ഒരുപാട് ഇൻസ്പയർ ആയിട്ടുണ്ട്. അതെ, സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല റിയൽ ലൈഫ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് അറിയുന്നവർക്ക് അറിയാം, കോമൺ സെൻസ് ഉള്ളവർക്ക് അറിയാം. ബിക്കോസ് നമ്മളിപ്പോൾ ഇന്ന് ചിരിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നു എന്ന് വെച്ചിട്ട് നമ്മുടെ ലൈഫ് എപ്പോഴും ഹാപ്പി അല്ല. ബിക്കോസ് ഇപ്പോൾ ഈ വീഡിയോന് വേണ്ടി നമ്മൾ ചിരിക്കുമായിരിക്കും, പുറകിൽ നമുക്കും നമ്മളുടേതായ ട്രബിൾസും എല്ലാവർക്കും, ലൈക്ക് നോട്ട് മീ, ഹോൾ ഹ്യൂമൻ ലൈഫ് ഇസ് ലൈക്ക് ദാറ്റ് അല്ലേ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് ജഡ്ജ് ചെയ്യുന്നവരും ഉണ്ട്. നിനക്കെന്താണ് സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, നിനക്കെന്താണ് ഡാൻസ് കളിച്ചിട്ട്, ഡാൻസ് ഇസ് 30 സെക്കൻഡ്സ്. സോഷ്യൽ മീഡിയയിലെ വീഡിയോ ഇസ് ലൈക്ക് നോട്ട് മോർ ദാൻ 5 മിനിറ്റ്സ്. 5 മിനിറ്റ്സ് അല്ലല്ലോ ലൈഫ്. ഒരു 24 hours ഓഫ് ദ ജേർണി. നമുക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകും, നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് അല്ലേ, ഇരുമ്പൊന്നും അല്ലല്ലോ. നമുക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകും, മെന്റൽ സ്ട്രെസ് ഉണ്ടാകും, വർക്ക് ഉണ്ടാകും, ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകും, നമ്മൾ ഡെത്തിന് പോകേണ്ട വരും, മാരേജിന് പോകേണ്ട വരും, നമ്മൾ ഒരു കുഞ്ഞ് പ്രസവിച്ച് അതിന് പോകേണ്ട വരും. ദറ്റ് ഇസ് ലൈഫ്. അതിൻ്റെ ഇടയിൽ സോഷ്യൽ മീഡിയ ഇസ് ആർ പാഷൻ. ഓർ എല്ലാവർക്കും ഓരോരോ വിധത്തിലുണ്ട്. ഇപ്പം എനിക്കാണെങ്കിൽ അതൊരു പാഷനാണ്. കുറേ പേര് അതിൽ ഏൺ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് ദെയർ ഓൺ പോയിന്റ് ഓഫ് വ്യൂ. അതിനെ ബ്ലെയിം ചെയ്യാനായിട്ട് കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. സോ അവരെ മാറ്റാൻ പറ്റില്ല. ബിക്കോസ് ദേ ആർ നോട്ട് ദാറ്റ് ഓപ്പൺ മൈൻഡഡ്, ദേ ആർ നോട്ട് ദാറ്റ് ബ്രോഡ് മൈൻഡഡ്. 2024 ജീവിക്കണേ എന്നുള്ളതൊക്കെ അവർ മറന്നു തോന്നുന്നു. അവരൊക്കെ പണ്ട് ലൈക്ക് 1970s 60s ജനിക്കേണ്ടവരായിരിക്കാം. വി ആർ നോട്ട് ഹിയർ ടു കമൻറ്റ് ഓൺ ദം. അപ്പോൾ പ്രവീൺ പ്രണവിൻ്റെ ഇഷ്യൂ ഞാനും കണ്ടായിരുന്നു. ഫസ്റ്റ് പ്രവീണിൻ്റെ വീഡിയോ കണ്ടായിരുന്നു, പ്രവീണും മൃദുലയും അഡ്രസ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഫാമിലി അല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഓക്കെ പറഞ്ഞ് വിട്ടപ്പോഴാണ് നെക്സ്റ്റ് വീഡിയോ ഇസ് ഫ്രം പ്രണവ് കൊച്ചു. അമ്മയും അച്ഛനും കൂടെ ഒക്കെ കരഞ്ഞിട്ടൊക്കെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ എന്തോ ഇതിലൊരു പന്തികേടുണ്ടല്ലോ എന്ന് നമുക്ക് ഫീലാകും. ബിക്കോസ് നമ്മളും ഇപ്പോൾ ഈ സൊസൈറ്റിയിൽ കാണുന്നുണ്ട്, അവനെ ഇറങ്ങിപ്പോവാൻ ഞാൻ പറഞ്ഞിട്ടില്ല, അവന് അഡ്രസ്സ് ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ആരും അങ്ങനെ വെറുതെ ഇറങ്ങി പോവില്ലല്ലോ എന്നുള്ളതും കൂടെ ഫീലായി. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ദെയർ ലൈഫ്, അവർ സോർട്ട് ഔട്ട് ചെയ്യായിരിക്കും. പിന്നെ സോഷ്യൽ മീഡിയയിൽ ദേ ആർ ഇൻ ടു സോഷ്യൽ മീഡിയ ഓബ്വിയസ്ലി അതിലവർ വീഡിയോ ഇടും. ഫസ്റ്റ് വിചാരിച്ചു അത് കണ്ടന്റിനുള്ള വീഡിയോ ആയിരിക്കും. ഇവർ ചിലപ്പോൾ കണ്ടന്റ് ഇട്ടിട്ട് പിന്നെ ഇവർ ചേർന്ന പോലെ ഇട്ട് അങ്ങനെയാണല്ലോ നമ്മളും പൊതുവെ തിങ്ക് ചെയ്യുക. അങ്ങനെ വിചാരിച്ചു. ബട്ട് യെസ്റ്റർഡേസ് വീഡിയോ വാസ് റിയലി ഷോക്കിംഗ്. ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയണത് ഇപ്പോഴും നടക്കണുണ്ട്. ഇതൊക്കെ പ്രവീൺ റെക്കോർഡ് ചെയ്തതുകൊണ്ട് ഹീ ഈസ് ഏബിൾ ടു പ്രൂവ്. ഇപ്പോൾ കുറേ പേരുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടാവാം, കുറേ പേര് ഇപ്പോഴും ഇതൊക്കെ ഗോ ത്രൂ ചെയ്യുന്നുണ്ടാവാം. ബട്ട് എല്ലാവർക്കും റെക്കോർഡ് ചെയ്യാൻ പറ്റും, എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇടാൻ പറ്റും എന്നുള്ളതില്ലല്ലോ. സോ അത് മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് ദെയർ ഫാമിലി. ലൈക്ക് മൃദുല അതിൽ പറയുന്നുണ്ട്, അവരുടെ ഒരു 4 പേരുടെ സർക്കിളിൽ മൃദുലനെ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആൻഡ് ഷീ വാസ് ഓൾവേസ് സെപ്പറേറ്റ്. ഒരു പെൺകുട്ടി കയറി വന്നാൽ ലൈവ് വീട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നവുമായി പെൺകുട്ടിൻ്റെ തലയിൽ ഇപ്പോഴും ഇങ്ങനെ ഇടുന്ന ആൾക്കാരുണ്ടോ എന്നുള്ളത് കാണുമ്പോൾ തന്നെ എന്ത് മൈൻഡ് സെറ്റാണ്. അപ്പോൾ അത് ഈ ഒരു 20 വർഷം 25 വർഷം അവരുടെ വീട്ടിൽ ഒരു പ്രശ്നവും നടന്നിട്ടില്ല, അവർക്ക് ഒരു നഷ്ടവും വന്നിട്ടില്ല, അവർ ഒരു ഡൗൺഫോളും കണ്ടിട്ടില്ല. ഈ പെൺകുട്ടി കയറി വന്ന് ഈ പെൺകുട്ടീൻ്റെ തലയിൽ ഒരു കല്യാണം കഴിച്ച പിന്നെ എന്തിനാ കൊണ്ടുവരുന്നത്? അവരുടെ ഫാമിലിയിൽ അവർ 4 പേര് മാത്രം, അവർ 5 പേര് മാത്രം, അല്ലെങ്കിൽ അവർ 3 പേര് മാത്രം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കരുത്. ഇങ്ങനെയുള്ളവരൊന്നും കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് ടു സ്പോയിൽ എ വിമൻസ് ലൈഫ്. പറയുമ്പോൾ നീ പെണ്ണിനെ സപ്പോർട്ട് ചെയ്യണം, പെണ്ണിനെ സപ്പോർട്ട് ചെയ്യുകയല്ല. ബട്ട് ഒരു പെൺകുട്ടി ജീവിച്ച് വളർന്ന് അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ ടോട്ടലായി മാറി ഇവരിവിടേക്ക് പോയ ദിവസം തന്നെ അഡോപ്റ്റ് ആയിക്കൊള്ളണം. ബട്ട് ഈ ഫാമിലിയിലുള്ള ആരും ഇവർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അതാണ് ഷീ വാസ് ഓൾസോ എക്സ്പ്ലെയിനിങ്. ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന വിമൻ അത് പ്രഗ്നൻ്റ് ആവണം മുമ്പ് വരെ നീ വന്നിട്ടാണ് പ്രശ്നം എന്നുള്ളത് അവളുടെ തലയിലിട്ടു. പ്രഗ്നൻ്റ് ആയപ്പോൾ ഈ കുട്ടി വയറ്റിലായപ്പോൾ എന്താണ് ഇവരെല്ലാവരും പെർഫെക്റ്റ്. കൊച്ചു അവിടെ വെള്ളം അടിച്ചിട്ട് വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കി എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളം അടിക്കണവൻ സൂപ്പറാണ്, അവൻ പ്രശ്നം ഉണ്ടാക്കുന്നത് സൂപ്പറാണ്, അമ്മ സൂപ്പറാണ്, അച്ഛൻ വന്ന് തല്ലണത് സൂപ്പറാണ്.
അപ്പോൾ അമ്മയ്ക്ക് ഒരു അമ്മ വിചാരിച്ചാൽ ഈ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആക്കിയിരിക്കാം. അത് പ്രവീൺ പ്രത്യേകം പറയുന്നുണ്ട്. ഹാറ്റ്സ് ഓഫ് ടു പ്രവീൺ. എന്താ വെച്ചാൽ ഭാര്യനെ മനസ്സിലാക്കി ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന കുട്ടിനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളത് പ്രവീണിന് തോന്നിയത് കൊണ്ടും പ്രവീൺ അത് സ്വന്തം അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും മിസ്റ്റേക്ക് ഏത് ഭാഗത്താണ് എന്നുള്ളത് റിയലൈസ് ചെയ്തതുകൊണ്ട് മൃദുലാസ് ലൈഫ് ഇസ് സേഫ്. അങ്ങനെ അല്ലാത്ത കുറേ ലൈഫുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവരെ കുട്ടിനെയും വെച്ചിട്ട് എന്ത് ചെയ്യും? അങ്ങനെയാണ് ഈ സിംഗിൾ വിമനായിട്ട് ഒരു കുട്ടിനെ വളർത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. ബിക്കോസ് ഒരു അമ്മ അവർ എല്ലാത്തിനും ഇങ്ങനെ ഇല്ലാത്തതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവർ റോങ് ആയതുകൊണ്ടാണ് അവർ ഇല്ലാത്തത് പറയണത്. നമ്മൾ കറക്റ്റ് ആണെങ്കിൽ നമുക്കൊരാൾ ചെയ്യണത് അങ്ങനെ ആയിരിക്കും എന്ന് അസ്യൂം ചെയ്ത് അങ്ങനെ ഇൻജക്റ്റ് ചെയ്യില്ല, മാനിപ്പുലേറ്റ് ചെയ്യില്ല. അത് പ്രവീൺ ഭയങ്കര ക്ലിയറായി പറയണ്ടേ. എൻ്റെ അമ്മ വിചാരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം സോൾവ് ആയിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞതാണ് എൻ്റെ അമ്മേൻ്റെ അടുത്ത്, ഇത് അമ്മ സോൾവ് ആക്കും എന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രഗ്നൻ്റ് ആയ ഒരു വിമനെ ചവിട്ടി താഴെ ഇടുക, അവർക്കൊരു 4 days കഴിയുമ്പോൾ ഫ്ലൂയിഡ് ബ്രേക്ക് ആവുക, ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയുക. കല്യാണം കഴിച്ച് കൊണ്ടുവന്ന കുട്ടിനെ അവൾ വെറുതെ കയറി വരാൻ എന്ത് റോട്ടിൽ പോണ ആളാണോ നീ? കയറി വന്നവള് മിസ്റ്റേക്കാണ് എന്ന് പറയണത്. വെറുതെ എന്തോ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഇവരുടെ വീട് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ വന്ന് കയറി ഇരിക്കുന്ന പോലെയാണ് അവർ പൊതുവെ ഇപ്പോൾ ഉള്ള വീടുകളിൽ ട്രീറ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് നോട്ട് ട്രൂ. ഇവർ കണ്ട് കല്യാണം കഴിപ്പിച്ച് വെച്ചിട്ട് ആണല്ലോ അവർ വന്ന് ഇരിക്കണത്. ആൻഡ് ഇറ്റ് ഇസ് ദെയർ ഹൗസ് ആസ് വെൽ. എപ്പോഴും പെൺകുട്ടികൾക്ക് അതാണല്ലോ പറയുക, നമ്മൾ ജനിച്ച വീടല്ല നമ്മുടെ വീട്, നമ്മൾ പോയി ഇരിക്കണതാണ് നമ്മുടെ വീട്. അപ്പോൾ അവരും അതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അവൾ വന്നത് അവളുടെ വീടാണിത് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അവരാരും അക്സെപ്റ്റ് ചെയ്യാതെ എല്ലാ ബ്ലെയിമും കൊണ്ടുവന്ന് ഈ കുട്ടിൻ്റെ തലയിലും, അതായത് മൃദുലൻ്റെ തലയിലും, ഒരു കുഞ്ഞു കൊച്ച്, വയറ്റിലുള്ള കൊച്ച്, അത് ജനിച്ച് അതിന് എന്തറിയാം, അതിന് സ്വന്തം അമ്മ ആരാന്ന് പോലും തിരിച്ചറിയാത്തൊരു കൊച്ച്, ഈ കൊച്ച് വന്നിട്ടാണ് ഇത് ഏത് കാലത്താണ് എല്ലാവരും ഇരിക്കുന്നത്. അതിന് പ്രണവ് അമ്മ അച്ഛനും ഓക്കെ, അവർ ഈ മൈൻഡ് സെറ്റേ അല്ലാന്നിരിക്കട്ടെ, പ്രണവ് കൊച്ചു ഇത്രയും ബ്രോഡ് മൈൻഡഡ്, ഇത്രയും സോഷ്യൽ മീഡിയ, ഇത്രയും ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് അത് കാണുമ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് ഇങ്ങനെയാണോ മനുഷ്യന്മാരുടെ മൈൻഡ് സെറ്റ്? ഈ പുറത്ത് കാണുന്നതല്ലാലോ എന്നുള്ളത് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ മുറിവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ്, മുറിവായാൽ മാത്രമേ എല്ലാവരും അത് സോഷ്യലൈസ് ചെയ്ത് എടുക്കണുള്ളൂ. അതും ഉണ്ടല്ലോ. ഇപ്പം നമ്മളാണെങ്കിലും ഇപ്പം പറയണത് അവരുടെ മുറിവും ഇതൊക്കെ കണ്ടതുകൊണ്ടാണ് നമ്മൾ പറയണത്. അവർ ജസ്റ്റ് ഒരു പ്രശ്നം പറഞ്ഞാൽ എല്ലാ വീട്ടിലും ഉള്ളതല്ലേ എന്ന് നമ്മളും കോമൺ ആയിട്ട് വിടും. ഇതുപോലെ എത്ര ഫാമിലീസ് ഉണ്ടാവും, എത്ര ഫാമിലീൻ്റെ ഉള്ളിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്തവരും പറയാൻ ധൈര്യം ഇല്ലാത്തവരും ഉണ്ടാവും എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഇനിയും ഗ്രോത്ത് ഇല്ലാലോ. നമ്മൾ തന്നെ നമ്മൾ സ്വയം സെൽഫായിട്ടാണ് ഇത് പറയണത്. ഞാൻ നന്നാവണം, അപ്പോഴേ എല്ലാവരും നന്നാവുള്ളൂ. എന്താ നമ്മൾ ഇനിയുമായി ബ്രോഡായിട്ട് ചിന്തിക്കാത്തത് എന്നുള്ളത് തോന്നാൻ തുടങ്ങി. ആൻഡ് ഇപ്പോഴാണ് നമ്മളത് റിയലൈസ് ചെയ്യുന്നത്. ഇവർ കുറേ കണ്ടന്റ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു വീഡിയോ റോൾ സ്വാപ്പ്, അതായത് വീട്ടിലുള്ളവർ 4 പേര് തന്നെ റോൾ സ്വാപ്പ് ചെയ്യണം. അതിൽ കൊച്ചുവാണ് അമ്മയെ പോലെ ചെയ്തത്. അപ്പോൾ മൃദുല പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ കൊച്ചു പറയണതൊക്കെ ഫണ്ണി വേയിൽ പറഞ്ഞാലും അമ്മ വീട്ടിൽ പറയണ കാര്യങ്ങളാണല്ലോ കൊച്ചു പറയണത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ നിൻ്റെ പെണ്ണും പിള്ളയുടെ പുറകെ പോടാ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അമ്മ എപ്പോഴും പറയണ പോലെ. അത് ഇവർ ചിരിച്ചിട്ടെടുത്തു. പക്ഷെ അപ്പോൾ വീട്ടിനുള്ളിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. ഒരു ഭാര്യയെ സ്നേഹിക്കണ പയ്യനെ, പെൺകോന്തൻ ഭാര്യയെ സ്നേഹിച്ച അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ അമ്മമാർ മക്കളെ കല്യാണം കഴിപ്പിക്കാണ്ടിരുന്നൂടെ? ഈ കുട്ടിയെങ്കിലും വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചു പോയി നന്നായി ജീവിക്കില്ലേ? എത്രയോ പേർക്ക് വൈഫുമാരെ സ്നേഹിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, എന്താ പറയുക, അവർക്ക് സ്നേഹിക്കാനുള്ള മനസ്സുണ്ടായിട്ടും അവർ അബ്രോഡിലായിട്ടും വൈഫിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റാണ്ടും വേറെ ഏതോ ഒരു നാട്ടിൽ പോയിട്ടും ആർമിയിലുള്ളവരും, അതായത് ലൈക്ക് അബ്രോഡ് വർക്ക് ചെയ്യണവരും വൈഫിനെ കൊണ്ടുപോകാൻ പറ്റാണ്ടും ഒക്കെ ഒരുപാട് പേര് അവരുടെ കൂടെ ഇരിക്കാൻ പറ്റാണ്ട് കുറേ പേര് ഫീൽ ചെയ്യുന്നുണ്ട്. കുറേ പേര് അവർ കൂടെ ഇരിക്കാൻ പറ്റാണ്ട് ഉള്ളതുണ്ട്. ബട്ട് കൂടെ ഇരിക്കാൻ ചാൻസ് കിട്ടിയിട്ട് അതിനെ യൂസ് ചെയ്യാണ്ടും അതിനെ സപ്പോർട്ട് ചെയ്യാണ്ടുമുള്ള ഫാമിലിയും ഉണ്ട്. സോ അങ്ങനെയുള്ളവർക്ക്, സ്നേഹിക്കാനുള്ള മനസ്സുള്ളവർക്ക് കൂടെ ഇരിക്കാനുള്ളതും കിട്ടുന്നില്ല, കൂടെ കിട്ടുന്നവർക്ക് സ്നേഹിക്കാനുള്ള മനസ്സും ഇല്ല. എന്തൊരു ജീവിതമാണിപ്പോൾ. ബട്ട് ഇതിന് അഗെയിൻസ്റ്റ് എന്തായാലും ഡൊമസ്റ്റിക് വയലൻസ് ഇസ് ഡൊമസ്റ്റിക് വയലൻസ്. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് ഇറങ്ങിപ്പോ എന്ന് അവിടെ ആർക്കും, സ്വന്തം കെട്ടിയവന് പോലും പറയാനുള്ള റൈറ്റ്സ് ഇല്ല എന്നുള്ളതാണ്. യെസ്, ലീഗൽ സൈഡ് നമ്മളും കുറേ നോക്കിയിട്ടൊക്കെ തന്നെയാണ് ഇത് ഇടുന്നത്. ബിക്കോസ് കുറേ പേര് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, കുറേ പേര് ലീഗൽ ടേംസ് ഇട്ടിട്ടുണ്ട്. എനിക്ക് ലീഗൽ ടേംസ് അറിയില്ല. അവർക്ക് കേസ് കൊടുക്കാനുള്ള മനസ്സില്ലാത്തത് അവരുടെ ഫാമിലിയാണ് പറഞ്ഞത്. അതുപോലെ കുറേ ഫീമെയിൽ ഉണ്ട് ഇപ്പോഴും, നമ്മുടെ ഫാമിലിയാണ്. കേസ് കൊടുക്കാനും വഴക്കുണ്ടാക്കാനും എളുപ്പമാണ്. പോട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോൾ അത് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുന്നത് വന്ന് അത്ര ശരിയായ കാര്യമല്ല. അപ്പോൾ ലീഗലി എന്തായാലും ഇതിപ്പോൾ ഇട്ട അവസ്ഥയ്ക്ക് അവർ വിത്ത് പ്രൂഫ് അവർ ഇട്ടതുകൊണ്ട് നന്നായി.
ഇപ്പോൾ വീഡിയോസും പ്രൂഫ്സും ഒക്കെ എത്രയോ ആവശ്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലാവാൻ തുടങ്ങി. നമ്മുടെ സ്വന്തം ഫാമിലിയിലാണെങ്കിൽ പോലും എപ്പോഴാണ് എന്താണ് ആൾക്കാർ എങ്ങനെയാണ് മാറണതെന്ന് പറയാനില്ല. ഇന്ന് നന്നായി നമ്മുടെ മുമ്പിൽ ചിരിച്ച് കാണിച്ചിട്ടും നമ്മുടെ മുമ്പിൽ കരഞ്ഞു കാണിച്ചിട്ടും നിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ പുറകെ കിടന്ന് കുത്തണേ എന്നുള്ളത് നമുക്കത് കണ്ടപ്പോൾ തന്നെ എന്താ പറയുക, നമ്മൾ ഇവരിനെ ഇങ്ങനെ സ്ഥിരം കാണുന്നതുകൊണ്ടായിരിക്കും നമുക്കെന്ത് നമ്മുടെ ഫാമിലിയിൽ വന്ന ഒരു ഫീലാകാൻ തുടങ്ങി. ഇങ്ങനെയും ഒരു കുഞ്ഞ് ജനിച്ചിട്ട് അതായത് കുഞ്ഞിനെയും കൊണ്ട് എത്ര ദിവസം അവർ മൃദുലൻ്റെ വീട്ടിലിരിക്കും. ഈ കുട്ടിക്ക് ഒരു അമ്മ അച്ഛനുണ്ട്, അവർക്കൊരു വേദന ഉണ്ടാകും. എൻ്റെ മകളെ ഞാൻ കല്യാണം കഴിച്ച് കൊടുത്ത് എന്നുള്ളൊരു വേദന ഈ അമ്മ അച്ഛനും എത്ര അനുഭവിക്കുന്നുണ്ടാവും. ബട്ട് വൺ ഗുഡ് തിങ് ഫോർ മൃദുല ഇസ് പ്രവീൺ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രവീൺ സപ്പോർട്ടുണ്ട്. അവൻ്റെ അച്ഛൻ്റെ അമ്മൻ്റെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് പുള്ളിക്കാരൻ മനസ്സിലാക്കിയതുകൊണ്ട് മൃദുല നടുത്തെരുവിൽ വന്നില്ല. അല്ലെങ്കിൽ വിത്ത് ദാറ്റ് ബേബി, ആ ബേബി കുഞ്ഞിനെ വിടാൻ പറ്റില്ലല്ലോ, അമ്മയല്ലേ, അപ്പം അമ്മയും കുഞ്ഞും തനിയെ ആയേനെ. അത് അങ്ങനെ കുറേ പേരും ഉണ്ട്. ഇപ്പം നമുക്ക് അറിഞ്ഞ സൊസൈറ്റിയിൽ തന്നെ കുറേ പേര് അങ്ങനെയും ജീവിക്കുന്നവരുണ്ട്. ഐ ഹോപ്പ് ദിസ് വിൽ ചേഞ്ച്. എന്തായാലും ഇതിനൊരു ഡൊമസ്റ്റിക് വയലൻസ് കേസ് എന്തായാലും ഓബ്വിയസ്ലി കുറേ പേര് അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നുണ്ട്. സോ അത് കണ്ടിട്ട് തന്നെ കേരള പോലീസ് എന്തായാലും ആക്ഷൻ എടുക്കുമെന്നും കുറേ പേര് അതിൽ പറയുന്നുണ്ടായിരുന്നു. ആൻഡ് പ്രണവ്, ഇഫ് ഹി വാസ് റൈറ്റ്, ഇനിയൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. സോ തെറ്റ് ചെയ്യാണ്ടിരുന്ന ആളാണെങ്കിൽ കരഞ്ഞ വീഡിയോ ഫസ്റ്റ് പോസ്റ്റ് ചെയ്യില്ലായിരുന്നു. ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ പുറത്ത് വന്നത്. ഇറ്റ് ഇസ് ദെയർ ലോസ്. നമ്മൾ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ആരോടും പോയി ആരെയും തെറ്റായിട്ട് ഒരു ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യില്ല. ആൻഡ് കേൾക്കണവർക്കും ഒരു ഇതുണ്ടല്ലോ, എല്ലാം ഒരാൾ വന്നിട്ട് അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ്. സോഷ്യൽ മീഡിയ ഇസ് അതൊരു കണ്ടന്റ്, അത് അവർ ജീവിക്കാനോ അവരുടെ പാഷനോ അവരുടെ ഏതെങ്കിലും ഒരു വഴിക്കുള്ളതാണ് ഈ സോഷ്യൽ മീഡിയ. ദാറ്റ്സ് നോട്ട് ലൈഫ് എന്നുള്ളതും കൂടെ അതിൽ നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ എന്തായാലും ഇറങ്ങിപ്പോ എന്ന് പറയണത് ഒരു പെൺകുട്ടിനെ നോക്കിയിട്ടും ഹൂഎവർ ഇറ്റ് ഇസ് ആർക്കും ഇറങ്ങിപ്പോ എന്ന് പറയാനുള്ള റൈറ്റ്സ് ഇല്ല. കല്യാണം കഴിച്ച് ലീഗലി കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് എന്താണ് വഴി കൂടെ പോണത് കയറി വന്നതൊന്നും അല്ലല്ലോ. അങ്ങനെ ഇറങ്ങിപ്പോ എന്ന് പറയാൻ ഒരു പട്ടിയെ നമ്മൾ വളർത്തുന്നത് പോലെ ഇറങ്ങിപ്പോ എന്ന് നമ്മൾ പറയില്ല. അപ്പോൾ ഈ ഒരു മനുഷ്യക്കുട്ടിക്ക് കൊടുക്കണ ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ, ഇറങ്ങിപ്പോന്ന് പറയുക, തല്ലുക ആൻഡ് അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്യുക, അവരുടെ ഫാമിലിയെ കുറിച്ച് പറയുക. മൃദുല പറയുന്നുണ്ടെന്ന് എൻ്റെ ഫാമിലി വന്നാൽ ഹസ്ബൻഡിൻ്റെ ഫാമിലിക്ക് ഇഷ്ടമല്ല ഈ അച്ഛൻ ഇറങ്ങിപ്പോകും എന്നുള്ളത്. എത്ര ചീപ്പാണ്. അപ്പോൾ ഇവരതുപോലെ പോയാൽ അവരിറങ്ങിപ്പോയാൽ ഇവർക്ക് സഹിക്കുമോ? സോ പെൺകുട്ടികളുടെ വീടാകുമ്പോൾ എന്തും ചെയ്യാം എന്നുള്ള ആൾക്കാർ ഇപ്പോഴും കുറേ ഉണ്ട്. ഉള്ളവർക്ക് ഇഫ് ദേ ആർ ഗിൽട്ടി അവർക്ക് ഓബ്വിയസ്ലി ഇത് തട്ടും. അപ്പോൾ അവരിത് ബ്ലെയിം ചെയ്തുകൊണ്ട് വരും. അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കും ഗിൽട്ടിയെ ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴല്ലേ അവൾ നമ്മളായിരിക്കും പറഞ്ഞത്, ഇവള് നമ്മളായിരിക്കും പറഞ്ഞത്, അവൻ നമ്മളായിരിക്കും പറഞ്ഞത് എന്നുള്ളത് എന്താണ് അല്ല. ഈ പെൺകുട്ടിൻ്റെ ഭാഗത്ത് തെറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി അവരും അങ്ങനത്തെ മൈൻഡ് സെറ്റ് ആയിരിക്കും. അതല്ല അവർ ശരിയാണെങ്കിൽ ആർക്കും അത് അങ്ങനെ തെറ്റായ ആംഗിളിൽ കാണില്ല എന്നുള്ളതാണ്. ഹോപ്പ് ജസ്റ്റിസ് വിൽ വിൻ ഓൾവേസ്. ഒരു കർമ്മ എന്നുള്ളൊരു സംഭവം ഉണ്ട്. വി ബിലീവ് ഇൻ ദാറ്റ്. എല്ലാവരും ഇപ്പം അത് നന്നായി ബിലീവ് ചെയ്യുന്നുണ്ട്. സോ കർമ്മ എന്നുള്ളത് നമ്മൾ എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിക്ക് നമുക്ക് പണി തിരിച്ചു കിട്ടും. പണ്ടൊക്കെ കർമ്മ പിന്നീട് വരുന്നു, ഇപ്പോഴൊക്കെ അപ്പം കിട്ടാൻ തുടങ്ങി എന്നുള്ളത് കുറച്ച് സമയം എടുത്താലും കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. സോ ഹോപ്പ് ജസ്റ്റിസ് വിൽ വിൻ. കേരള പോലീസ് ആക്ഷൻ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓബ്വിയസ്ലി എന്തായാലും ഇവർ ഇത്രയും വീഡിയോസ് ആയിട്ട് വന്നതുകൊണ്ട് ഓബ്വിയസ്ലി അതൊരു വീഡിയോയെ വരാനുള്ള എന്തായാലും വരും. സോ നമുക്ക് നോക്കാം. അറ്റ്ലീസ്റ്റ് പ്രവീൺ ആൻഡ് മൃദുല വിൽ ഗെറ്റ് സം ജസ്റ്റിസ് ആൻഡ് ദാറ്റ് ബേബി ലെറ്റ് ദ ബേബി ബി സേഫ്. എന്താ കുഞ്ഞ് നന്നായി പ്രസവിച്ചത് തന്നെ വലിയ കാര്യമാണ്. ഇങ്ങനെ ഫ്ലൂയിഡൊക്കെ ബ്രേക്കായിട്ട് ഈ കുട്ടിക്കൊന്നും വന്നില്ലല്ലോ, അതന്നെ വലിയൊരു സമാധാനം. ഇതുപോലെ കുറേ പേരുണ്ടാകും. ഐ ഹോപ്പ് കുറച്ച് പേരെങ്കിലും ചേഞ്ച് ആയാൽ എല്ലാവരുടെ ഫാമിലിയിലും നമ്മൾ ഇന്ന് ജീവിക്കണം, നാളെ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. അപ്പോൾ ഇന്നുണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ളൊരവസ്ഥയിലാണ്. അതിൽ ഇത്രയും ഹേറ്റ്രഡും ഇത്രയും ഒരു സ്വന്തം മക്കളുടെ ജീവിതം സ്പോയിലാവണമെന്ന് നോക്കിയിരിക്കുന്ന ഒരു തരം അമ്മമാരിപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ലൈക്ക് ആൺകുട്ടികളെ വളർത്തുന്ന അമ്മമാർക്കൊക്കെ കുറേ പേര് ഇപ്പോഴും അങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ കുറേ കണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഉള്ളവർ കല്യാണം കഴിപ്പിക്കാതിരിക്കുന്നതാണ് ബെറ്റർ. ലൈക്ക് ലെറ്റ് ദം ടേക്ക് ദ റൈറ്റ് പാത്ത് ആൻഡ് അവരുടെ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യും. വീണ്ടും അവർ ഒന്നിക്കട്ടെ. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർ ഒന്നിക്കും തോന്നുന്നില്ല. ബട്ട് ജസ്റ്റിസ് കറക്റ്റായിട്ട് ഉണ്ടായി അറ്റ്ലീസ്റ്റ് അവരെങ്കിലും അവരുടെ മിസ്റ്റേക്ക് ഒന്ന് റിയലൈസ് ചെയ്താൽ അത്രയേ ഉള്ളൂ. ഫാമിലി അല്ലേ, ഒരു മിസ്റ്റേക്ക് റിയലൈസ് ചെയ്ത് ഓക്കെ പോട്ടെ ഇനി ഞാൻ ചെയ്യില്ല. അവരതുപോലെ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കണം. അതുപോലെ ഉണ്ടെങ്കിൽ ഇവർക്കും പോയി എല്ലാവർക്കും കൂടെ നമുക്ക് വീണ്ടും അവരുടെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഫേസ് കാണാൻ പറ്റുമായിരിക്കും എന്ന് നോക്കാം. ആൻഡ് വെയിറ്റിംഗ് ഫോർ ദ ജസ്റ്റിസ് ഫോർ പ്രവീൺ ആൻഡ് മൃദുല.